ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു റിയൽ ടെക് മലയാളം. റിയൽ ടെക് മലയാളത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ നാളായി വീഡിയോസൊന്നും ഇടുന്നില്ല, ഒരു 2-3 വർഷമായി. അതിൻ്റെ കാര്യങ്ങളും എന്താണ് ഞാൻ വീഡിയോ ഇടാത്തെന്നുള്ളതെല്ലാം നമുക്ക് വഴിയേ അറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും തുടങ്ങുകയാണ്. അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് തുടങ്ങുന്നത്. ഒരു ചെറിയ വീഡിയോ ആണ്. നമ്മളെല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നവരാണ്, ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നവരാണ്. നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ ഫോണിൻ്റെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് എപ്പോഴെങ്കിലും നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ എത്ര സ്പീഡ് വരെ പോകുമെന്ന് അറിയാമോ? അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. നമ്മുടെ ഫോണിലും കാണിക്കും, നമ്മുടെ സിസ്റ്റത്തിൽ അതായത് PC-യിലും കാണിച്ചു തരാം എങ്ങനെ നമ്മളെ സ്പീഡ് ചെക്ക് ചെയ്യാമെന്ന്, ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന്. അതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ മുകളിൽ റൈറ്റ് സൈഡിൽ നമ്മുടെ സിമ്മിൻ്റെ റേഞ്ചൊക്കെ കാണിക്കുന്ന സ്ഥലത്ത് നമ്മൾ നെറ്റിൻ്റെ സ്പീഡ് അവിടെ കാണിക്കും. 5G എന്ന് കാണിക്കും. അതിൻ്റെ സൈഡിലായിട്ട് നെറ്റ്വർക്ക് സ്പീഡും കാണിക്കും അവിടെ. അത് നമുക്ക് വേണമെങ്കിൽ സെറ്റിങ്സിൽ പോയിട്ട് മാറ്റാം. സെറ്റിങ്സിൽ പോയി മാറ്റിയിടാം, ഓഫ് ചെയ്തിടാം. അതിൽ പക്ഷേ റിയൽ ടൈമാണ്, കാരണം നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അത് സ്പീഡ് കൂടും. നമ്മൾ ഉപയോഗിക്കാത്ത സമയത്ത് അത് സ്പീഡ് കുറഞ്ഞായിരിക്കും ഇരിക്കുന്നത്. നമുക്ക് ടോപ്പ് എത്ര സ്പീഡ് വരെ പോകാം എന്ന് നമുക്ക് നോക്കണം. അപ്പോൾ ഇന്ന് അതാണ് നമ്മളെ വീഡിയോ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ആദ്യം PC-യിൽ കാണിച്ചു തരാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് മൊബൈലിൽ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ നേരെ ക്രോമിൽ വരിക, ക്രോം ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് ഗൂഗിളിൽ സ്പീഡ് ടെസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സ്പീഡ് ടെസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സാധനം വരും, ഇൻ്റർനെറ്റ് സ്പീഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഗൂഗിളിൻ്റെ തന്നെ സാധനമാണ്. നമുക്ക് റൺ സ്പീഡ് ടെസ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് സ്പീഡും അപ്ലോഡ് സ്പീഡും കറക്റ്റായിട്ട് അറിയാൻ പറ്റും. പിന്നെ ഇത് ഒരു ആവറേജ് വാല്യൂ ആയിട്ട് നിങ്ങൾ കണക്ക് കൂട്ടിയാൽ മതി, അത്രയും പെർഫെക്റ്റ് ആയിരിക്കില്ല. ഇത് അപ്ലോഡ് സ്പീഡ്. നമ്മൾ ആദ്യം കണ്ടത് ഡൗൺലോഡ് സ്പീഡാണ്. നമ്മുടെ ഫോണിന് മിക്കവാറുള്ള എല്ലാ സിമ്മിനും അപ്ലോഡ് സ്പീഡ് കുറവായിരിക്കും, ഡൗൺലോഡ് സ്പീഡ് അത്യാവശ്യം കൂടുതലായിരിക്കും. ഓക്കെ, നമ്മൾ ടെസ്റ്റ് ഇതാ കഴിഞ്ഞിട്ടുണ്ട്. 87 Mbps ആണ് നമ്മളെ ഡൗൺലോഡ് സ്പീഡ്, 2 Mbps ആണ് നമ്മുടെ അപ്ലോഡ് സ്പീഡ്. ഓക്കെ, ഇത് സെർവർ ഏതാണ്, ലേറ്റൻസി എത്രയാണ്, എത്ര MS ആണ് ലേറ്റൻസി എന്നെല്ലാം കാണിക്കുന്നുണ്ട്, എല്ലാം കാണിക്കും. ഫോണിൽ നമ്മൾ ആദ്യം നേരെ ക്രോമിൽ കയറുക. ക്രോമിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതാണോ ബ്രൗസർ അതിൽ കയറുക. നേരെ സെർച്ച് ചെയ്യുക, സ്പീഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞ് അവിടെ ഇതുപോലെ സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഓപ്ഷൻസ് വരും. ഇതുപോലെ ലിസ്റ്റിങ്സ് നമ്മൾ PC-യിൽ കണ്ട പോലെ തന്നെ ഇതിലും വരും. അതിൽ റൺ ടെസ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്പീഡ് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യും, ഡൗൺലോഡ് സ്പീഡും അപ്ലോഡ് സ്പീഡും ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മുടെ സ്പീഡ് എങ്ങനെയാണ്, നോർമലാണോ, ഫാസ്റ്റ് ആണോ, എങ്ങനെ പുവറാണോ എന്നുള്ളതെല്ലാം കറക്റ്റായൊരു സംഭവം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് എങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിമ്പിളല്ലേ സംഭവം? സിമ്പിളാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെടാത്തവർക്ക് തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടെ ഓളിൽ ഇട്ടേക്കുക. അപ്പം പുതിയ വീഡിയോസൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ആദ്യമേ അറിയാം. ഓക്കെ, നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റിൽ പറയുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ. Got the world in my cup and the beat in the back. I don't stress, I don't fold, I just lean on facts. If the sun